ഹായ് നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ, മമ്മിയുടെ ബർത്ത്ഡേ ആണ് ജൂൺ 30 നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ജൂൺ 30 മമ്മിയുടെ ബർത്ത്ഡേ ആണ്. അപ്പം ഇത് ജൂൺ 29 ലേറ്റ് നൈറ്റ് 11:50. അപ്പം മമ്മിക്കൊരു ചെറിയ സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ്. ബിക്കോസ് മമ്മിക്ക് അറിയത്തില്ല ഈ സർപ്രൈസ് കൊടുക്കുന്ന കാര്യം. മമ്മിക്ക് അറിയത്തില്ല. കാരണം ഞാൻ ചോദിച്ചു ബർത്ത്ഡേക്ക് എന്താ ഗിഫ്റ്റ് വേണ്ടതെന്ന് ചോദിച്ചു. പറഞ്ഞു ഒന്നും വേണ്ട, ഡ്രസ്സ് കഴിഞ്ഞ ആഴ്ച നീ എടുത്ത് തന്നില്ലേ, പിന്നെ എന്താണ് വണ്ടി എടുത്തില്ലായിരുന്നോ, അതുകൊണ്ട് ഈ പ്രാവശ്യം ഒന്നും വേണ്ട, പൈസ ഇല്ലാത്തല്ലേന്ന് പറഞ്ഞു. ഓക്കെ ശരി ഒന്നും പറഞ്ഞ് ഞാൻ നിന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ട് ഇന്ന് ഒരു കുഞ്ഞ് കേക്കും അതുപോലെ അവനെന്തോ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്, അതും കൊണ്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ വെയിറ്റ് ചെയ്യാണ്. മമ്മി കിടന്നു, കാരണം മമ്മിയുടെ ഫോൺ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പം നേരത്തെ ഇന്ന് കിടന്നു, അല്ലെങ്കിൽ 12 മണി വരെ എന്തെങ്കിലുമൊക്കെ ഇരിക്കണം. ഇന്നിപ്പോൾ ഇച്ചിരി നേരത്തെ കിടന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ എഴുന്നേൽപ്പിക്കണം എന്താ പ്ലാനൊന്നും എനിക്കറിയത്തില്ല. 11:50 അമ്മ ഇപ്പോൾ താഴെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ ചെറിയൊരു വീഡിയോ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ട്, അല്ല എന്തെങ്കിലും കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. സർപ്രൈസ് പൊളിയാതിരുന്നാൽ മതിയായിരുന്നു. ഞാനിങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും സൗണ്ടൊക്കെ പുള്ളിക്കകത്ത് കേൾക്കുന്നുണ്ടോയെന്നൊന്നും അറിയത്തില്ല. ഓക്കെ നോക്കാം. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. കേക്ക് മുറിക്കാൻ പോവാം. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ചെല്ലു. കേക്ക് വാ. ഹാപ്പി ബർത്ത്ഡേ. ഇങ്ങോട്ട് പോ. എടാ അത് കത്തിക്കാത്ത എന്താ നീ കത്തിക്ക്. ഞാൻ വെച്ച് നീ അത് കത്തിച്ച് വെക്കുമായിരിക്കുന്നു മൊണ്ടാൻ. നിന്നോട് ഞാൻ എന്ത് പറഞ്ഞിട്ടാ പോയത്? ഹാപ്പി ബർത്ത്ഡേ ടു യു. പാതിരാത്രിക്ക് എനിക്ക് ഉച്ചയ്ക്ക് എടുക്കാൻ പറ്റുമോ? ഗിഫ്റ്റാണ്. എനിക്ക് വയ്യ. നോക്കെന്താന്ന്. ഇവിടെ ഒരാള് കേക്ക് തിന്നാൻ വേണ്ടിട്ട് കട്ടിയിട്ടെന്നോ എല്ലാം വാങ്ങിച്ചേട്ടാ. ആ എടുക്ക വര. ഇല്ലാത്ത കളറാ. അവിടെ നിന്ന് അത്രയും കഷ്ടപ്പെട്ട് ഇത്രയും അവൻ ഇന്നലെ ഞാൻ പറഞ്ഞു വേണ്ട, പിന്നെ ഈ വർഷം അങ്ങനെ അങ്ങനെ പാതിരാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എഴുന്നേപ്പിച്ച് കേക്ക് കിട്ടിയത്. എന്തായിരുന്നു എക്സ്പീരിയൻസ് മാഡം? ഞാൻ ഒന്നും ഓർത്തില്ല. നീ വെറുതെ എന്തിനാ എന്നെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരുന്നത് ഞാൻ വിചാരിച്ചു. മമ്മിയോട് ഞാൻ പറഞ്ഞു കമോൺ ലെറ്റ്സ് ഗോ, ഒരു മിഠായി തരാന്ന്. മമ്മി കേട്ട പാതി കേൾക്കാതെ എന്റെ കയ്യിലൊക്കെ പിടിച്ചോണ്ടെങ്കിൽ പോകുന്നു. വിളിച്ചപ്പോ ഞാൻ ഇങ്ങോട്ട് എണീറ്റ് പോകുന്നു.
ഞാനൊരു 100 തവണ നൈറ്റിയൊക്കെ ഇട്ട് ആ മമ്മി ഈ നൈറ്റി ഇട്ടപ്പോ ഞാൻ മമ്മിയോട് പറയുന്നുണ്ട് ഈ ചീഞ്ഞ നൈറ്റി മാറ്റുന്നില്ല, നിങ്ങൾ എന്തിനാ ഇതിട്ടോണ്ട് നടക്കാൻ. ഓ സുഖമാടി രാത്രിയിൽ ഇതും കേട്ടിട്ട് മഴയല്ലേ കിടന്നുറങ്ങാൻ സുഖമാന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തിട്ടതാണ് ഇതേ. ഞാൻ ഒരു 3-4 പ്രാവശ്യം നോക്കി, ഒരു രക്ഷയില്ല. അവസാനം മമ്മി കേക്ക് മിഠായി കഴിക്കാന്ന് പറഞ്ഞ എന്റെ പുറകെ വന്നപ്പോഴത്തേക്ക് ഇവിടെ വേറൊരു മണ്ടനോട് ഞാനൊന്ന് ഒരു തിരി തെളിയിച്ച് വെക്കില്ല, മമ്മി വരുമ്പോ തന്നെ അപ്പൊ തന്നെ ലൈറ്റ് ഇടണമെന്ന് പറഞ്ഞിട്ട് അവന് ലൈറ്റിന്റെ സ്വിച്ച് നോക്കിയിട്ട് അതൊന്നും നടക്കുന്നില്ല. ആകെ കോമഡി ആയിരുന്നു മമ്മി. ഇവൻ കയറി വന്നിട്ട് ഞങ്ങളെ കേക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് തിരി വീഡിയോയുടെ മുമ്പിൽ കാണിക്കുന്നുണ്ട്, തിരി തപ്പിയിട്ട് കാണുന്നില്ല. കുറെ നേരം ഇവിടെ കിടന്ന് തപ്പി, അവസാനം ഒരു വിധത്തിൽ തിരി കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറക്കത്തിൽ വന്ന് മുടിയൊക്കെ ഇങ്ങനെ ഇത്രയൊന്നും വിചാരിച്ചു നോക്കുമ്പോ അത് അവൻ എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ അങ്ങോട്ട് നോക്കുന്നത്, അല്ലെ അതും കണ്ടില്ലായിരുന്നു. കേക്ക് കണ്ടു, എന്നിട്ടാണ് പിന്നെ അവനെ കാണുന്നത്. തിരി ഊതാതെ ആണെങ്കിൽ കേക്ക് മുറിച്ച് ഓടി വന്ന് ഞാൻ നോക്കി കേക്ക് മുറുക്കി എന്ന് പറയുമ്പോ മമ്മി ഓടി വന്നിട്ട് കേക്ക് കട്ടി. ഞങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ പുള്ളിക്കാരത്തി അലമാരി നിറച്ചും തുണിയാ, ഇന്ന് 2 അവിടെ അവൻ കൊണ്ടു തന്നതാണ്. അവന്റെ ഗിഫ്റ്റ് അവനാ കേക്ക് മേടിച്ചോണ്ട് വന്നേ. ഞാൻ പറഞ്ഞതാ കേക്ക് നമുക്ക് നാളെ വേണം നോക്കാം, വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ട ഞാൻ മേടിച്ചോണ്ട് കേക്കും മേടിച്ച് കൊണ്ടുവരാന്നുള്ള. ഡ്രസ്സ് മേടിക്കാൻ പോയപ്പോൾ ഞാൻ എടുത്തപ്പോൾ അവൻ്റെ ബർത്ത്ഡേക്ക് എടുത്തില്ലേ അവന്. അപ്പോൾ ആ സമയത്ത് അവൻ പറഞ്ഞു എടി മമ്മിക്ക് എടുക്കണ്ട്. ഞാൻ പറയടാ മമ്മിക്ക് ഇഷ്ടം പോലെ ഡ്രസ്സ് ഉണ്ട്, വാങ്ങിക്കേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഇതിൽ മേടിച്ചു കൊടുത്ത് ഇടാത്ത ഡ്രസ്സ് ഇരിപ്പുണ്ട്, ആ സാരിയില്ല ഞാൻ ബർത്ത്ഡേക്കൊന്നും ഞാനൊന്നും വാങ്ങിച്ചില്ലല്ലോ എന്നും പറഞ്ഞിട്ട് വാങ്ങിച്ചതായത്. ഇഷ്ടപ്പെട്ടോ ഡ്രസ്സ്? എങ്ങനെയുണ്ട്? ഇതുകൂട്ട് കളറും പൂക്കളൊന്നും ഇല്ലായിരുന്നു. എന്നാടല്ല ബർത്ത്ഡേക്ക് കിട്ടിയതല്ലേ, സന്തോഷം. 12 നല്ല ഉറക്കത്തില് നല്ല എന്തൊക്കെയോ കാണിച്ചു വന്നു ഇങ്ങോട്ട്, ഇങ്ങനെ ഭ്രാന്തിയുടെ കൂട്ട് ഇങ്ങനെ വന്നു. ഇങ്ങനെ പിറന്നാൾ ആഘോഷിച്ചു വീണ്ടും 1 വയസ്സ് ഒരായുസ്സും കൂടെ കൂടി മമ്മി. മരണത്തിലേക്ക് കുറച്ചുകൂടെ അടുത്തു. മരണത്തിലേക്കുള്ള യാത്ര കുറച്ചുകൂടെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മാതാശ്രീക്ക് പിറന്നാൾ ആശംസകൾ. ഒരു ചെറിയ വ്ളോഗായിരുന്നു, ചെറിയ വീഡിയോ. കേക്ക് കട്ടിയുന്ന ഒരു ചെറിയ മെമ്മറി ആയിരുന്നു. കഴിഞ്ഞ വർഷം ഒത്തിരി പേരുണ്ടായിരുന്നു അല്ലേ? ഇപ്രാവശ്യം ആരും അറിയിച്ചില്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ആരോടും പറയാത്തത് കൊണ്ടാണ് ഇപ്രാവശ്യം അവന് മാത്രമേ അറിയത്തുള്ളായിരുന്നു. അവൻ വന്നു. മമ്മിയുടെ മോൻ പോലും ഓർത്തിട്ടുണ്ടാവില്ല, മമ്മിയുടെ മോന് പോലും ഓർമ്മയില്ലെന്ന് തോന്നുന്നു. എനിവേ ഹാപ്പി ബർത്ത്ഡേ മമ്മി. ഹാപ്പി ആയിട്ടിരിക്കും, ഒരുപാട് കാലം സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കൂ, എൻജോയ് ചെയ്യൂ. ഞാൻ ഒറ്റയ്ക്ക് വന്നൊക്കെ അതെ. ഓക്കെ, അപ്പം നമുക്ക് ഞാൻ ഈ വീഡിയോ എൻ്റെ ചെയ്യാണ്. സോ അപ്പൊ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഒരിക്കൽ കൂടി മമ്മി ഹാപ്പി ബർത്ത്ഡേ, ബൈ.